ഫലം തോൽവിയെങ്കിലും റോഡ്രിഗോയുടെ സിറ്റിക്കെതിരെയുള്ള പ്രകടനം റയലിന് കരുത്തേകുന്നതാണ്. റയലിന്റെ ബോക്സിനുള്ളിലേക്ക് എത്തപ്പെട്ട സിറ്റിയുടെ ഒരു അറ്റാക്ക്. ബെർണാഡോ സിൽവയുമായിട്ട് ഫിസിക്കലി വിജയിച്ച റയൽ ലെഫ്റ്റ് ബാക്ക് പന്തെടുത്ത് മുൻപിലേക്ക് പോകുന്നു. സിറ്റി പൊസഷൻ കാത്തു സൂക്ഷിക്കുന്നു. റയൽ മാഡ്രിഡ് കൗണ്ടർ അറ്റാക്കുകൾ നടത്തുന്നു. ഇതായിരുന്നു ഗെയിമിന്റെ മുഴുവൻ ഫോർമുല. സിറ്റിയുടെ ഡിഫൻസ് ലൈൻ പൊസിഷനിൽ തന്നെയുണ്ട്, എന്നാൽ മിഡ്ഫീൽഡ് എംപ്റ്റി. സിറ്റി ബാക്ക് ലൈനിനോടൊപ്പം ഉള്ളത് വിനീഷ്യസ് ജൂനിയർ, ഗോൺസാൽസ് ഗാർസിയ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നു. ഗാസിയിലേക്കും പിന്നീട് ബെല്ലിംഗാമിലേക്കും എത്തപ്പെട്ട പാസ് റയലിന് മധ്യത്തിൽ ആധിപത്യം നൽകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ സിറ്റി സെന്റർ ബാക്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന നിർത്തി ഓഫ് സൈഡ് ട്രാപ്പ് ഇടുന്നു. അതേസമയം റോഡ്രിഗോയുടെ ഒരു മികച്ച റൺ ഡിഫൻസ് ലൈനിന്റെ പുറകിലേക്ക്. ഇത്തരം സിറ്റുവേഷൻസ് ഫുട്ബാക്കുകൾക്ക് എപ്പോഴും ഒരു തലവേദനയാണ്. ലൈൻ കീപ്പ് ചെയ്യണോ അതോ പ്ലെയറെ ഫോളോ ചെയ്യണോ? ഒറേലി അതിന് ഉത്തരം കണ്ടെത്തുന്ന മുമ്പേ തന്നെ റോഡ്രിഗോയിലേക്ക് പാസ് എത്തിയിരുന്നു. ഇവിടെ ഫസ്റ്റ് ടച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു. റോഡ്രിഗോ അത് മികച്ചതായി ചെയ്യുകയും ചെയ്തു. രണ്ട് പ്ലേയേഴ്സ് ക്രോസ് അറ്റൻഡ് ചെയ്യാൻ ബോക്സിലുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു അസിസ്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ റോഡ്രിഗോയുടെ തീരുമാനം ഷോട്ട് അടിക്കുക എന്നുള്ളതായിരുന്നു. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആംഗിൾ ആയിട്ട് പോലും ഡൊണാറുമയെ പരാജയപ്പെടുത്തി അദ്ദേഹം വല കുലുക്കി. 20 മിനിറ്റുകൾക്ക് മുമ്പ് വളരെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു റയൽ മാഡ്രിഡ് കൗണ്ടർ അറ്റാക്ക്. റോഡ്രിഗോയുടെ ഇതേ കണക്കിനുള്ള റൈറ്റ് വിങ്ങിലൂടെയുള്ള കടന്നുകയറ്റം. ഇത്തവണ വിനീഷ്യസ് ജൂനിയറിലേക്ക് ഗോൾ എന്ന് ഉറപ്പിക്കാവുന്ന മനോഹരമായിട്ടുള്ള ഒരു പാസ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു.